അങ്ങനെ ഗിരീഷയുടെ വക അടുത്തൊരു റിപ്പീറ്റ് വാച്ചുള്ള സാധനത്തെയുണ്ട്. അതാണ് ബെത്തലേയും കൊടുപ്പിടിച്ച്. ഭയങ്കര ഹാപ്പിയാണ്. ഇതിനു മുമ്പ് കണ്ടൊരു സിനിമയുടെ ക്ഷീണം മാറി കിട്ടിയെന്നാണ് പറയാനുള്ളത്. ആ സിനിമ കണ്ട് വല്ലാതെ ഞാൻ വിഷമിച്ചു പോയി ആ സിനിമ കണ്ടിട്ട്. അപ്പോൾ അതിന് ശേഷമാണ് ബെത്തലേയും കൊടുപ്പിട്ട് ഇന്ന് പോയി കാണുന്നത്. ഫൈൻഡ് ഇന്നാണ് കാണാൻ പറ്റിയത്. സോ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഭയങ്കര ഒരു എൻ്റർടൈനിങ്, ഭയങ്കര ഒരു മെസ്മറൈസിങ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു പടം ബെത്തലേയും കൊടുപ്പിട്ട്. സിനിമയുടെ സ്റ്റോറി തന്നെ എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെയാണ്. ഒരു ഓൾഡായിട്ടുള്ള ആളും അതുപോലെ ഒരു പ്രായം കുറഞ്ഞ ആളും പ്രായം കൂടിയ ആളും തമ്മിലുള്ള ഒരു ലവ് സ്റ്റോറിയാണ് സിനിമ മെയിൻലി കാണിക്കുന്നത്. മെയിൻലി എന്നല്ല, അതാണ് സിനിമയുടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. നിവിൻ പോളി, ഇത് നിവിൻ പോളിയുടെ സോണാണ്. വേറെ ആർക്കും മലയാളത്തിൽ വേറെ ആർക്കും ഇത്രയും പക്കയായിട്ട് ചെയ്യാൻ പറ്റില്ല. ഈ സിനിമ തുടങ്ങി ഇതിൻ്റെ അകത്തുള്ള ഒരു ഏരിയ സെറ്റിങ് കാണിക്കുമ്പോൾ തൊട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് നിവിൻ പോളിയുടെ അപ്പനെ ചെയ്ത ഒരു ആർട്ടിസ്റ്റാണ്, നടൻ്റെ പേര് ഞാൻ മറന്നു. പിന്നെ നിവിൻ പോളിയുടെ അമ്മയായിട്ട് വന്നിരിക്കുന്ന, നിവിൻ പോളി എന്നല്ല, ജസ്റ്റിൻ ചേട്ടൻ്റെ അമ്മയായിട്ട് വന്നിരിക്കുന്ന ആ ഒരു ആർട്ടിസ്റ്റ്, ആ ഒരു ആക്ട്രസിൻ്റെ പേര് ഞാൻ മറന്നു. എനിക്ക് അറിയാവുന്ന കുറേ ഒരുപാട് ഫേസസ് ഉണ്ട്. പിന്നെ അപ്പുറ സൈഡ് നമ്മുടെ മമിത ബൈജുയുടെ അപ്പനായിട്ട് അഭിനയിച്ച ഒരു ആളുടെ പേര് ഐ തിങ്ക് ഐ ഹാവ് സീൻ ഇൻ മെനി ഫിലിംസ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ഇങ്ങനെ സ്ഥിരം ഒരു ചൊറിയും കഥാപാത്രമായിട്ട് വരുന്ന ആളാണ്. പക്ഷേ ഇത്തവണ പുള്ളി അതായത് ഇതിൻ്റെ അകത്ത് ഒരുപാട് യൂണിവേഴ്സ് റോളുകളുണ്ട്. അതായത് സ്ഥിരം ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്ന ചില കാര്യങ്ങൾ. പിന്നെ മഞ്ജുശ്രീ എന്നോട് വാഴ ചൂല ടീച്ചർ, പുള്ളിക്കാരത്തി അടിപൊളിയായിട്ട് മമിത ബൈജു ആഷ്ലിയുടെ അമ്മയായിട്ട് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഈ പേര് ഞാൻ മമിത ബൈജു നിവിൻ പോളി ഇങ്ങനെ പറഞ്ഞ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നമ്മുടെ ആർട്ടിസ്റ്റുകളായിട്ട്, അതായത് ആക്ടേഴ്സായിട്ട് നമ്മൾ പറയും. പക്ഷേ സിനിമ കണ്ടു കഴിയുമ്പോൾ ശരിക്കും നമുക്ക് തോന്നിപ്പോവും, ശരിക്കും അവർ അങ്ങനെ ആണോ എന്നൊരു തോന്നിപ്പോ. നിവിൻ പോളി മമിത അത്ര അടിപൊളി കെമിസ്ട്രി ക്യൂട്ടുമായിട്ട്. ആ ഒരു പ്രായ വ്യത്യാസം, രണ്ട് പ്രായ വ്യത്യാസം തമ്മിലുള്ള ഒരു പ്രണയം, ആ ഒരു ഏജ് ഗ്യാപ്പ് റിലേഷൻഷിപ്പ്, അത് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൊമോഷൻ സമയത്ത് നമ്മളെ ഫഫയോട് ചോദിച്ച ചോദ്യമുണ്ട്, മച്ചാനത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന്. പിന്നെ എന്താണ് ഫഫ പറഞ്ഞത്, ആ ഒരു സാധനം നമുക്ക് എവിടെയൊക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് തോന്നുന്നുണ്ട്. അടിപൊളിയായിട്ട് തന്നെ ഗിരീഷയുടെ സിനിമകളായിട്ട് അറിയാം. വീണ്ടും എല്ലായിടത്തും ഉണ്ടാവും ഇതുപോലെ ജസ്റ്റിൻ ചേട്ടൻ. അതായത് പല സ്ഥലത്തായിട്ട് ഇതുപോലെ എല്ലാവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അത് എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ക്യാരക്ടർ. പുള്ളിയുടെ അതിൻ്റെ അകത്തൊരു ട്രാജിക് ലവ് സംഭവം ഉണ്ട്. പഴയ ഒരു പാസ്റ്റ് ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോഴുള്ള അത് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകുന്നു. പക്ഷെ നിവിൻ പോളി ഇസ് ഓൾവേസ്, അതായത് ഇത്തരം കാര്യങ്ങൾ, അത് പ്രേമത്തിൽ ആ ഒരു മറ്റേ മലൻമിസിനെ കണ്ടിട്ട് പോകുന്ന ആ സീനൊക്കെ നമുക്ക് ഓർമ്മകളാണ്. അതായത് സട്ടിലായിട്ടുള്ള സാധനങ്ങൾ. പിന്നെ ഇൻ്റർവെല്ലിന് മുമ്പ് ഒരു കാറിൻ്റെ അകത്തൊരു സംഭവം ഉണ്ട്, അത് അടിപൊളിയാണ് അങ്ങനെ. പിന്നെ ഈ സിനിമ ഫുള്ള് ഈസ്റ്റർ എഗ്സും ഒരുപാട് റെഫറൻസുകളും ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സംഗീത് പ്രതാപ്, നിവിൻ്റെ അനിയനായിട്ട് ജോയൽ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അടിപൊളിയാണ് ജോയലും. അതായത് ഒരു എന്താണ് ഒരു ബ്രദർ, ഒരു ബ്രദർഹുഡ് സാധനങ്ങളൊക്കെ ഇതിൻ്റെ അത് ക്ലൈമാക്സ് വരുന്നുണ്ട്. അതായത് ഈ ക്യാരക്ടേഴ്സിൻ്റെ ഓരോ സമയത്ത് ഇവ എന്ത് ചെയ്യും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് അത്രയും വെൽ റിട്ടൺ ആണെന്നാണ്, അല്ലാതെ സിനിമ അങ്ങനെ മോശം രീതിയിൽ എന്നാ പറയുന്നത്, ഗുഡ് വേ ആണ് ഞാൻ പറയുന്നത്. അതായത് ഈ ക്യാരക്ടേഴ്സിൻ്റെ ഓരോരോ സാധനങ്ങളുണ്ട്. അതായത് ഇവർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റീസ്, ഇവരെങ്ങനെയാണ് അതിലേക്ക് പെടുന്നത്. പിന്നെ ഈ ഒരു ക്യാരക്ടർ മമിത ആഷ്ലിൻ്റെ ക്യാരക്ടർ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ പഠിക്കാൻ വരുന്നത്, അപ്പോൾ ഫാമിലിയായിട്ട് മാറി വരുന്നത്, അവിടെ ജസ്റ്റിനെ പരിചയപ്പെടുന്നതും ആ ഒരു മൊമെൻറ്റും കാര്യങ്ങളൊക്കെ ഒരു രസമായിട്ടാണ് ഗിരീഷയുടെ സ്ക്രിപ്റ്റ്. ഗിരീഷയുടെ കിരൺ ജോസിയും കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നതായിട്ടും പൊളിച്ചിട്ടുണ്ട് രണ്ടുപേരും. ഇതൊരു ഓണം കൊണ്ടുപോയി, അത് പ്രത്യേകിച്ച് ഞാനായിട്ട് വന്ന് പറയേണ്ട ആവശ്യമില്ല. ഓണം ഗിരീഷ് നിവിൻ പോളി കൂട്ടുകെട്ട് അങ്ങനെ കൊണ്ടുപോയി. പിന്നെ സുരേഷ് കൃഷ്ണ ബൈചേട്ടൻ നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, അടിപൊളിയാണ്. ചില റെഫറൻസുകൾക്ക് ഒരുപാടുണ്ട്. അതായത് ചില പടങ്ങളൊക്കെ കാണുമ്പോൾ ചുമ്മാ അനാവശ്യമായ റെഫറൻസ് കുത്തിക്കയറ്റി വെറുതെ ആ പടത്തിൻ്റെ തന്നെ മൂടും ഇതൊക്കെ കളഞ്ഞിട്ട് അവസാനം നമുക്ക് തന്നെ മറ്റേ റെഫറൻസ് എണ്ണേണ്ടി വരുന്ന അവസ്ഥയൊന്നുമില്ല. അതായത് സിനിമയുടെ മൂഡും സിനിമയുടെ സിറ്റുവേഷൻസുള്ള ഒരുപാട് റെഫറൻസുകളാണ് ഈ മെയിനായിട്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് സ്പോയിലേഴ്സൊക്കെ അറിയണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിയാൽ മതി, ഇഷ്ടംപോലെ സ്പോയിലേഴ്സ് അറിയാം. സോ നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെ കണ്ടുപോയി കണ്ടാലും നിങ്ങൾക്ക് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നത്തില്ല. പിന്നെ റോഷൻ ഷാനവാസ്, കിട്ടിലെ അടിപൊളി,
അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ ചില കോമിക് ടൈമിങ്സ് അടിപൊളിയാണ്. ആ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ്. അതായത് നമ്മുടെ കൂട്ടത്തിലും കാണും ഇതുപോലത്തെ ഒരു കോഴി എന്ന് പറയുന്ന രീതിയിലൊരു ക്യാരക്ടർ. പിന്നെ നമ്മുടെ ജസർ ക്ലിക്സ് ഉണ്ട്, ഷ്യാമോഹന്റെ ഒരു ഒരു രണ്ടു മൂന്ന് സ്പൂഫ് സാധനങ്ങളുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഡയറക്ടേഴ്സ് മിക്കവാറും കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് എന്തൊക്കെ റിയാക്ഷൻ. പക്ഷെ എനിക്ക് ഒരു അവന് മേ ബി ഒരു ലൈറ്റർ സൈഡായിട്ട് എടുത്തേക്കാം. പക്ഷെ എനിക്ക് ആ ഒരു സാധനങ്ങളൊക്കെ അത്യാവശ്യം വർക്കായിട്ട് ആ ഒരു ക്യാരക്ടറിന്റെ സംഭവങ്ങളുണ്ട്, വ്യത്യാസമുണ്ട്. അതായത് ഒരു സൈഡിൽ ഒരു ഒരു അമ്മമാരുടെ ഒരു ടോക്സിസിറ്റി, അതുപോലെ ഒരു വീടിന്റെ പരിസരവും നമിത ബൈജുയുടെ സാധനങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു പരിസരം കാര്യങ്ങളൊക്കെ. പിന്നെ വിനയ് ഫോർട്ട് ഉണ്ട് ഒരു ചെറിയ റോളിൽ, ഒരു നമ്മുടെ മമിത ബൈജുവിന്റെ ആഷ്ലിന്റെ അപ്പാപ്പനല്ല പക്ഷെ അങ്കിളായിട്ടാണ്, ചാച്ചനായിട്ട്. അപ്പൊ ആ ഒരു ക്യാരക്ടർ അടിപൊളിയായിട്ട് തന്നെ ഉള്ളി അലക്സ് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഒരു ഏഷ്യനി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു മോശമായിട്ടുള്ള ഒരാള്, ഭയങ്കര ഒരു ടോക്സിക് ആയിട്ടുള്ള ആള്. പിന്നെ ഇതിന്റെ എടുത്ത് പറയണം, ചില ട്രാൻസിഷൻസ് ഒക്കെ ഉണ്ട്. ഒരു സീനില് മമ്മി ഇങ്ങനെ ഗിറ്റാർ വായിക്കുമ്പോൾ ഗിറ്റാർ വായിച്ച് ആ സൗണ്ടിൽ ഇങ്ങനെ എൽക്കട്ടടിച്ചിട്ട് ട്രാൻസിഷൻ ആവുന്നുണ്ട്. പിന്നെ ഒരു സീനിൽ ഇവരെല്ലാവരും കൂടി ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മമ്മി ഇങ്ങനെ ഡോർ തുറന്നു തന്നെ. അപ്പം അങ്ങനെ ഒരു മിറർ ഷോട്ട്, ഒരു അലമാര ഡോർ ഇങ്ങനെ അടച്ച് തന്നെ ഒരു ട്രാൻസിഷൻ ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ റെഫറൻസസുകൾ നമ്മുടെ ഒരുപാടുണ്ട് സാധനങ്ങൾ, ഒരുപാട് റെഫറൻസസ് ഇല്ലാതെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കറക്റ്റായിട്ട്, അതായത് നമ്മൾക്ക് ഈ റെഫറൻസ് കാണുമ്പോൾ ഇതായത് നമ്മുടെ സ്ഥിരം ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ നാച്ചുറലായിട്ട് വളരെ ഓർഗാനിക് ആയിട്ട് ഇവർ വന്നിട്ട് സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഈ റെഫറൻസിങ് ക്യാരക്ടേഴ്സ് ചില റെഫറൻസ്. അപ്പോൾ ആ ഒരു ക്യാരക്ടറും ഒരു നമ്മളൊരു ഇപ്പോഴത്തെ ഒരു കൾച്ചർ, ഒരു സോഷ്യൽ മീഡിയ പോപ്പ് കൾച്ചർ കാര്യങ്ങളൊക്കെ ഒരു ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെയാണ് അടിപൊളിയായിട്ട്. പിന്നെ നമ്മുടെ ഷമീർ ഖാൻ ആരാന്നറിയോ? ചൂരൽ മീഡിയയിലുള്ള പുള്ളിക്കാരൻ. നമ്മുടെ പെണ്ണെ നീ നിർത്തിക്കോന്ന് പറഞ്ഞ സൂപ്പർ ഷാനല്ലേ പ്രേമലി പറയില്ല. അതുപോലത്തെ സാധനങ്ങൾ ഒരുപാട് നിറച്ചു വെച്ചിട്ടുണ്ട്. നിവിൻ്റെ ഒരു ജസ്റ്റിൻ ചേട്ടൻ്റെ ക്യാരക്ടറിന് പറയുമ്പോൾ, പുള്ളിക്കാരൻ എന്ന് പറയുമ്പോൾ ഓൾ ഇൻ ഓൾ എന്നൊക്കെ പറയില്ലേ ഒരു സ്ഥലത്ത്, ഒരു 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 നഗർ എന്നൊക്കെ പറയില്ലേ ഒരു സ്ഥലത്ത്, അവിടെ ഒരു ഓൾ ഇൻ ഓൾ എന്നൊക്കെ പറയുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിന് ആ ഒരു കാറിനോടുള്ള ഒരു സാധനം, ആ കാറിനെ നമ്മൾ ട്രെയിലർ കണ്ടോളാം, കാറ് ഡ്രിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഏത് മൊമെന്റിലാണ് എപ്പോഴാണ് വന്നതെന്നൊക്കെ നിങ്ങൾ കണ്ടതിന് അറിയാം. പിന്നെ ശ്യാമോഹന്റെ ക്യാരക്ടർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സർപ്രൈസ് ക്യാമിയോ അല്ലെങ്കിൽ ഒരു സർപ്രൈസ് ആയിട്ട് ഒരു ക്യാരക്ടറാണ് എനിക്ക് തോന്നിയത്. പിന്നെ വിനീത് വിശ്വം ചെറിയൊരു വേഷം അത് ചെയ്തിട്ടുണ്ട്, പുള്ളി അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സൊസൈറ്റിയിലുള്ള ചില സ്റ്റിഗ്മ ആയിട്ടുള്ള ചില കാര്യങ്ങൾ അതൊക്കെ ഈ സിനിമ നല്ലോണം ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഏജ് ഗ്യാപ്പുള്ള ഒരാള് പ്രണയിക്കാൻ പാടില്ല, അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഈ സിനിമയ്ക്ക് ഇതിൻ്റെതായ രീതിയിൽ, അതായത് ഞാനിപ്പോൾ ഒരു രീതി പറയുന്നതല്ല, പക്ഷെ അത് വേണമെങ്കിൽ ഓരോരുത്തരുടെ രീതിയിൽ ഓരോരുത്തർ ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷെ എനിക്ക് ഈ സിനിമയുടെ ഒരു രീതിയിൽ അത് കേൾക്കുമ്പോൾ എനിക്കത് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അത് മോശമാണോ അല്ല ആ രീതിയിലെല്ലാം പറയുന്നത്. സോ അതെനിക്ക് മനസ്സിലായി. ആ സിനിമയുടെ രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. പിന്നെ വിഷ്ണു വിജയുടെ മ്യൂസിക്, ഇതിനകത്തൊരു ഗോവയിൽ പോകുന്നൊരു കുറച്ച് പോർഷൻസ് ഒക്കെ ഉണ്ട്. അത് ശരിക്കും പ്രേമലുവിലും മറ്റേ ഹൈദരാബാദ് എവിടെയോ പോകത്തില്ലേ, ആ ഒരു ഫീല്, ആ ഹൈദരാബാദ് ഒന്നും അതെ ഹൈദരാബാദ് പോകുന്ന ആ ഒരു സീക്വൻസ് ഒക്കെ അതുപോലെ ചെയ്തിട്ടുണ്ട്. മറ്റേ പ്രേമലുവിലെ മറ്റൊരു പാട്ടിൽ ചായ പാടിട്ടപ്പേൽ, ആ പാട്ടൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ. പിന്നെ ഒരുപാടുണ്ട് സംഭവങ്ങൾ, ഒരുപാട് റെഫറൻസസ്, ഒരുപാട് സംഭവങ്ങൾ. പിന്നെ സിനിമാറ്റോഗ്രാഫി ബൈ അജ്മൽ സാവു, നല്ല വിഷ്വൽസ്, നല്ല ബ്രൈറ്റ്, നല്ല കളർഫുള്ളും നല്ല വിവിഡ് ആയിട്ടുള്ള സാധനങ്ങൾ. പിന്നെ SH കോളേജ് കാണിക്കുന്നുണ്ട്, എൻ്റെ കോളേജ്, സോ അത് മെൻഷൻ ചെയ്യുന്നു. കുറച്ച് പോർഷൻസ് എനിക്കും ഈ കാര്യം നേരത്തെ അറിയായിരുന്നു, പക്ഷെ അത് ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്തെന്നുള്ളൂ. പിന്നെ പിന്നെ നമ്മുടെ ജസർ ക്ലിക്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരുപാട് ഒരു എൻ്റർടൈനർ, ഒരു ഓണത്തിന് പറ്റിയ പടം, ഓണത്തിന് ഇതാണ് പടം എന്ന് പറയാൻ പറ്റുന്ന ഒരു ടൈപ്പ് സിനിമ. സോ നിങ്ങൾക്കൊക്കെ എന്തായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ സിനിമയെക്കുറിച്ച് ജെന്യുവനായിട്ട് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.